കൊച്ചി ടസ്കേഴ്സ് കേരളത്തിൻ്റെ സ്വന്തം IPL ടീം നമ്മൾ ഒരുപാട് ആഘോഷിച്ചതാണ്. മക്കല്ലം മുതൽ രവീന്ദ്ര ജഡേജ, ജയവർദ്ധന, മുത്തയ്യ മുരളീധരൻ അങ്ങനെ കുറേ പേരുണ്ടായിരുന്ന ഒരു കിടിലനൊരു ടീമാണ്. ആ ടീം ഒരു IPL സീസൺ മാത്രം കളിച്ചിട്ട് പിന്നെ കണ്ടില്ല. 2011 IPL വന്നതിന് ശേഷം പിന്നീട് ആ ടീം പുറത്താക്കപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. അത് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ BCCIക്ക് ബാങ്ക് ഗ്യാരണ്ടി നൽകിയില്ലെന്നുള്ള കാരണത്താലാണ് ആ ടീമിനെ പുറത്താക്കിയത്. പക്ഷേ പിന്നീട് ആ ടീം തിരിച്ച് IPLിലേക്ക് കയറണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ പൂട്ട് വീണ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ ഉടമകൾ കേസിൽ പോവുകയും ഇപ്പോൾ അറിയാം 2011 കഴിഞ്ഞ് ഇപ്പോൾ 2025 2025 ആയ സമയത്തേക്ക് ഏകദേശം ബോംബെയിലെ ഒരു കോടതിയിൽ നിന്നും വിധി വന്നിട്ടുണ്ട്. BCCIയുടെ ഭാഗത്തു നിന്ന് 538 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് കൊച്ചിൻ ടസ്കേഴ്സ് കേരള എന്ന ടീം ഉടമകൾക്ക് നൽകണമെന്നുള്ളത്. ഇപ്പം എത്ര വർഷമായി നമ്മൾ കേരളത്തിലെ ആൾക്കാരെല്ലാം ഒരുപാട് ആഗ്രഹിച്ചതാണ് കേരളത്തിന് ഒരു IPL ടീം, അങ്ങനെ ഒരു ടീം വന്ന് ഒരു സീസൺ മാത്രം കളിച്ചിട്ട് പോയി. പിന്നീടാണെങ്കിലും കൊച്ചിയിൽ ആ ടീം തിരിച്ചു വരണമെന്ന്, കൊമ്പന്മാർ തിരിച്ചു വരണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. വന്ന് ആ ടീമും ഇല്ലാതായിപ്പോയി. ടീമിൽ നല്ല ഒന്നാന്തരം പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, കിടിലൻ പ്ലേയേഴ്സ്, നമ്മുടെ ശ്രീശാന്തൊക്കെ അവിടെ കളിച്ചതാണ്. അപ്പം ആ ഒരു ടീം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു നഷ്ടമായിരുന്നു. കാരണം ഈ IPLൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ടീം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ആ ഒരു വർഷം മാത്രം കളിച്ചതിന് ശേഷം പിന്നീട് ആ ഒരു ടീമിനെ കണ്ടിട്ടില്ല. ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ അവരുടെ കളി, ടസ്കേഴ്സിൻ്റെ കളി കാണണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല എന്താ പറയുക, കൊൽക്കത്തേനൊക്കെ അവരുടെ മടയിൽ പോയി ഞെട്ടിച്ചിട്ടുള്ള ഒരു ടീമാണ്, നമ്മൾ തോപ്പിച്ചിട്ടുള്ളതാണ്. അത്രയ്ക്കും നല്ല സൂപ്പർ ഒരു ടീമായിരുന്നു. പക്ഷെ എന്നാ പറയാനാ, അവസ്ഥ ഇതായിപ്പോയി. എന്തായാലും ഇപ്പം കൊച്ചി ടസ്കേഴ്സ് ടീമിന് ഏകദേശം 538 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളൊരു BCCI സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം അവർ ഇത്രയും ഒരു തുക കൊടുക്കുക എന്ന് പറയുമ്പോഴേ, കാരണം ഇത്രയും വർഷത്തെ ഒരു ഫൈറ്റിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിനൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാകണം എന്നുള്ളത്. IPLിൽ കേരളത്തിനൊരു ടീം തിളങ്ങുന്ന കാണാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. വരും വർഷങ്ങളിൽ എപ്പോഴെങ്കിലും നല്ലൊരു തീരുമാനമൊക്കെ BCCIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് വീണ്ടും ഒന്നുകിൽ കൊച്ചിൻ ടസ്കേഴ്സ് കേരള വരണം, അല്ലെങ്കിൽ അതുപോലെ കേരളത്തിൻ്റെ ഒരു ടീം വരണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ടീമിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.